ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകൃപയാൽ ഈ മാസത്തിൻ്റെ 3-ാമത്തെ ശനിയാഴ്ചയിലേക്കും മറ്റൊരു വീക്കെൻഡിലേക്കും ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതിനും ഉപരിയായി നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങളും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകളും ദൈവനാമത്തിൽ നേർന്നുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 36 നാം ഇപ്രകാരം വായിക്കുന്നു: പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. യേശുക്രിസ്തു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ എന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നിലനിൽക്കുന്നവരായി തീരും. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായി തീരാതെ ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് ദാസന്മാരാകണം. അതിന് ഈ യഹൂദന്മാർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ഇതുവരെയും ആർക്കും ദാസന്മാരായി ഇരുന്നിട്ടില്ല. അതിന് മറുപടിയായി പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്താൽ പാപത്തിന്റെ ദാസന്മാരാകും. ദൈവവചനം കേട്ട് ദൈവത്തിന് കീഴ്പ്പെട്ടാൽ ദൈവത്തിന്റെ ദാസന്മാരുമാകും. തുടർന്ന് പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ ഭാരതം ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ അധികാരത്തിന്റെ കീഴിലായിരുന്നു. തന്മൂലം അനേക പീഡനങ്ങൾ, പ്രതികൂലങ്ങൾ അന്നത്തെ ഭാരത ജനത അനുഭവിക്കേണ്ടതായി വന്നു. അവർ ഭാരതത്തെ പല വിധങ്ങളിൽ കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു. അത് അനുഭവിച്ചു മടുത്ത അനേകം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശസ്നേഹത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി തങ്ങളുടെ ജീവനെ ബലിയർപ്പിച്ച് അവരോട് പോരാടി 1947 ഓഗസ്റ്റ് മാസം, അതെ 15-ാം തീയതി അവർ ഭാരതത്തിന് ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിത്തന്നു. കഴിഞ്ഞ 79 വർഷം ഭാരതം സ്വതന്ത്രയായി അനുഗ്രഹത്തോടെ മുന്നേറുകയാണ്. നാം അതിൽ അഭിമാനിക്കുന്നു. ഭാരതത്തിനായി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. അതെ പ്രിയമുള്ളവരെ, ഭാരതം മറ്റൊരു ഭരണത്തിന്റെ കീഴിൽ ബന്ധിതയായിരുന്നു, ബന്ധനാവസ്ഥയിലായിരുന്നു. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തങ്ങളുടെ ജീവനും സ്വത്തും നഷ്ടപ്പെടുത്തി ആ കരാള ഹസ്തത്തിൽ നിന്നും വിടുവിച്ച് ഇന്നത്തെ ഭാരതമാക്കി, സ്വതന്ത്ര ഭാരതാംബയാക്കി മാറ്റിയെടുത്തു. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് പുറകിലായി മാനവലോകത്തിന്റെ പാപ പരിഹാരത്തിനായി പിതാവാം ദൈവം തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ എന്നെയും നിങ്ങളെയും ആദരിച്ചതിന്റെ ഫലമായി
വിശുദ്ധ യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നത് പോലെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതിന്റെ ഫലമായി 33 തിരുവയസ്സിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ യാഗമായതിലൂടെ യേശുവിന്റെ പാപരഹിതമായ രക്തം പാപികളായ നമുക്ക് വേണ്ടി ഒഴുക്കിയതിലൂടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും പിശാചിന്റെ കെട്ടിൽ നിന്നും എന്നേക്കുമായി എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത യേശുവിൽ കൂടെ നാം അനുഭവിച്ച് നിത്യതയിൽ എത്തണം എന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുകയാണ്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഞാനും അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. അതേ സമയത്ത് തന്നെ യേശുവിന്റെ ഒരു പൈതൽ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ഏറ്റുപാടും. എന്റെ യേശുവിന്റെ രക്തത്താൽ ഞാൻ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിൽ നിന്നും പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും ഞാൻ വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും യേശുവിൽ കൂടെയുള്ള പൂർണ്ണ വിടുതലും സ്വാതന്ത്ര്യവും പ്രാപിച്ചിരിക്കണം. കാരണം വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന ഏക രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം മടങ്ങും. അതെ, നമുക്കും പിതാവാം ദൈവത്തിനുമിടയിൽ ഏകമധ്യസ്ഥൻ യേശു എന്ന ഏകമധ്യസ്ഥനിൽ കൂടെ മാത്രമേ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, എന്നിൽ കൂടെ അല്ലാതെ, അതെ ഞാനാകുന്ന വാതിലിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല. ഈ പ്രഭാതത്തിൽ പാപത്തിന്റെയും പലവിധ ബന്ധനങ്ങളുടെയും ലോക ഇച്ഛകളുടെയും ബന്ധനത്താൽ കട്ടപ്പെട്ട് ആരെങ്കിലും കഴിയുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ, അല്ല, യേശുവിനെ രക്ഷകനും കർത്താവുമായി ഇതുവരെയും വ്യക്തിപരമായി സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് പകൽ, അതെ ഭാരതത്തിന്റെ 80-ാം സ്വാതന്ത്ര്യ ദിനത്തിങ്കൽ യേശുവിൽ കൂടെയുള്ള നിത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ യേശു എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നാഥനും രക്ഷകനുമായി അംഗീകരിക്കാം, ഏറ്റെടുക്കാം. പ്രിയ ദൈവജനമേ, നാം പിശാചിൽ നിന്നും പരിപൂർണമായി സ്വാതന്ത്ര്യം പ്രാപിച്ച് പരിപൂർണ വിടുതലോടെ രക്ഷയോടെ നിത്യരാജ്യത്തിന്റെ ഉടമകളാകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. അതെ, ഭാരതം ബ്രിട്ടീഷ് കോളനി വാഴ്ചയിൽ നിന്നും പലവിധ ഘട്ടങ്ങളിൽ കൂടെ ത്യാഗോജ്ജലമായ സമരപാതകളിൽ കൂടെ ലക്ഷ്യം നേടി സ്വാതന്ത്ര്യം പ്രാപിച്ചുവെങ്കിൽ ഞാനും നിങ്ങളുമായി ഒന്നും ചെയ്യണ്ട, ഒരു രൂപ പോലും മുടക്കണ്ട, എങ്ങും പോകണ്ട. ഈ ലോകരക്ഷകനായ യേശുവിനെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് പരിപൂർണമായി സമർപ്പിച്ചാൽ ഈ രക്ഷയുടെ അനുഭവം സാധ്യമാക്കുവാൻ കഴിയും. അങ്ങനെ യേശുവിൽ കൂടെയുള്ള നിത്യ സ്വാതന്ത്ര്യത്തിന്റെ ഉടമകളായി
ഈ ലോകത്തിന്റെ ഏത് വൻകരയിൽ നാം ജീവിച്ചാലും യേശുവിനാൽ പിടിക്കപ്പെട്ട് യേശുവിൽ കൂടെയുള്ള നിത്യരക്ഷയുടെ സന്തോഷം അനുഭവിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഈ പകൽ നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഭാരതം ഇന്ന് ഞങ്ങളുടെ 80-ാം സ്വാതന്ത്ര്യദിനം സന്തോഷത്തോടെ ആചരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ പ്രതികൂലത്തിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഞങ്ങളും ഒരു നാളിൽ പാപത്തിന്റെ പാശത്താൽ കെട്ടപ്പെട്ട് ദൈവരാജ്യത്തിന് അന്യരും പരദേശികളുമായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം തന്റെ ഓമനകുമാരനെ ഞങ്ങൾക്ക് നൽകിയതിലൂടെ നിത്യരക്ഷ, നിത്യവിടുതൽ, നിത്യമായ സ്വാതന്ത്ര്യം നൽകി ഞങ്ങളെ നിത്യരാജ്യത്തിന്റെ ഉടമകളും അവകാശികളുമാക്കിയെന്നുള്ള ബോധ്യത്തോടെ ഈ പ്രഭാതത്തിൽ അടുത്തു വരുന്നു. അങ്ങനെ യേശുവിൽ കൂടെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച് അങ്ങയോട് ചേർന്ന് എന്നും നിലകൊള്ളുവാൻ ഞങ്ങളെ ഏവരെയും ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളെ ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കട്ടെ. ഭാരതം 80-ാം സ്വാതന്ത്ര്യദിനത്തിന്റെ സന്തോഷം പങ്കിടുമ്പോൾ അവരവരോട് ചോദിക്കുക, ഞാൻ യേശുവിൽ കൂടെയുള്ള നിത്യരക്ഷയുടെ എത്ര വർഷമാണ് ഇന്ന് പിന്നിടുന്നത്? സ്വയം ഉത്തരം കണ്ടെത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. എന്നെ കേൾക്കുന്ന ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടെ ഭാരതാംബയുടെ 80-ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ നന്മകളും സന്തോഷങ്ങളും ആശംസകളും ദൈവനാമത്തിൽ നേരുന്നു. അതോടൊപ്പം യേശുവിൽ കൂടെയുള്ള നിത്യ സ്വാതന്ത്ര്യത്തിന്റെ ഉടമകളായി നിത്യരാജ്യത്തിന്റെ അംശങ്ങളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. God bless us all.